നാളെ ചൊവ്വാഴ്ച. ഇതൊരു സാധാരണ ചൊവ്വയല്ല. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന കടം, കുടുംബ പ്രശ്നങ്ങൾ, ജോലി തടസ്സങ്ങൾ, നിങ്ങളുടെ മനസ്സിലെ നീറുന്ന സങ്കടങ്ങൾ, ഇതൊക്കെയും മാറാൻ മുരുകൻ തന്നെ വഴി കാണിക്കുന്ന അത്യന്തം ശക്തമായ ഒരു ദിവസമാണ് നാളത്തെ ദിവസം. നാളെ ഈ ഒരു വഴിപാട് നിങ്ങളുടെ നക്ഷത്രത്തിനനുസരിച്ച് ചെയ്താൽ എത്ര വലിയ പ്രശ്നം പോലും അല്പസമയത്തിനുള്ളിൽ ശാന്തമാകും. ഞാനീ പറയുന്ന കാര്യം അച്ചട്ടായിരിക്കും. സാക്ഷാൽ മുരുകദേവൻ്റെ സുബ്രഹ്മണ്യസ്വാമിയുടെ ദിവസമാണ് നാളെ ചൊവ്വാഴ്ച. ഈ ഒരു വഴിപാട് നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും, ഉറപ്പാണ്. ഈ വീഡിയോ പൂർണ്ണമായി കാണുക, കാരണം ഇത് നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഒരു സന്ദേശമായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. നാളെ ചൊവ്വാഴ്ചയാണ്. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ജീവിത വിജയത്തിനും മംഗല്യ സൗഭാഗ്യത്തിനും ഇഷ്ടസന്താന ലബ്ധിക്കും അമ്മ മുത്തുമാരിയമ്മയ്ക്ക് പ്രത്യേക പൂജയുണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും വെച്ച് ഞാനും പൂജ ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ചൊവ്വാഴ്ച ദിവസം മുരുകൻ്റെ ദിനമാണ്. ശത്രുദോഷം, കുജദോഷം, ഭയങ്ങൾ, തടസ്സങ്ങൾ ഇവയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് ശാന്തമാകും. ജീവിതത്തിൽ എത്ര വലിയ പ്രയാസമുണ്ടെങ്കിലും മുരുക ഭഗവാനെ ചൊവ്വാഴ്ച ദിവസം ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ എത്ര വലിയ വേദനയും മാറിക്കിട്ടും. മുരുകൻ്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. മുരുകൻ വേദനയിലുള്ളവരുടെ വേദന മനസ്സിലാക്കുന്ന കാരുണ്യമൂർത്തിയാണ്. അതുകൊണ്ടാണ് ചൊവ്വാഴ്ച ചെയ്ത ഒരു ചെറിയ വഴിപാട് പോലും വലിയ ഫലമായി നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ മറക്കണ്ട, നാളെ മുരുക ഭഗവാന് ഈ ഒരു വഴിപാട് ചെയ്യുക. വഴിപാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകർ ഇത് നിർബന്ധമായും ചെയ്തിരിക്കണം. അത് അവർക്കൊരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ കൊണ്ടെത്തിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. നാളെ ചൊവ്വാഴ്ചയാണ്. മുരുക ഭഗവാന് ഒരു വെള്ളപ്പൂവ്, ഒരു നാരങ്ങ, ചുവന്ന ദീപം, ഇവ മൂന്നും നിങ്ങൾ നൽകുക. മുരുക സന്നിധിയിൽ അല്ലെങ്കിൽ വീട്ടിൽ ശുദ്ധിയോടെ ഇരുന്ന് ഈ ഒരു വഴിപാട് ചെയ്യുക. ഇത് വളരെ ലളിതമാണ്, പക്ഷേ ഫലം അത്ഭുതകരമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും എത്തും. അപ്പോൾ വീട്ടിലെ പൂജാമുറിയിൽ ഒരു വെള്ളപ്പൂവ്, ഒരു നാരങ്ങ, നെയ്ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക. മുരുകൻ്റെ സന്നിധിയിലാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലാകാം. ഈ ഒരു വഴിപാട് ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും. മുരുക ഭഗവാൻ ഏറ്റവും വിശിഷ്ടമായ ഒരു കാര്യമാണ് നെയ്ദീപം. അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ, ചുവന്ന ദീപം, നാരങ്ങ, ഇതൊക്കെ മുരുകന് ഏറ്റവും ഇഷ്ടകാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊരു വഴിപാടായി നിങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു തന്നെ കിട്ടും. ഞാനീ പറയുന്ന ഈ നക്ഷത്രജാതകർ നിർബന്ധമായും ഇത് ചെയ്യണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഉണ്ടാകും. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ, ജീവിതത്തിൽ വലിയ വലിയ നിലയിലെത്തിച്ചേരാൻ സാധിക്കുക, അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല നല്ല കാര്യങ്ങളും സംഭവിക്കുക. അപ്പോൾ ഇനി ശ്രദ്ധിക്കുക, നിങ്ങളുടെ നക്ഷത്രം ഇവിടെയുണ്ടോ എന്ന്. അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് തുടർച്ചയായി ഒരുപാട് നഷ്ടങ്ങളും തടസ്സങ്ങളും ഒക്കെയാണ്. അപ്പോൾ ആ നഷ്ടങ്ങളും ആ തടസ്സങ്ങളും ഒക്കെ മാറി മനസ്സിന് നല്ല ധൈര്യം വന്നു ചേരുന്ന, അല്ലെങ്കിൽ ഒരുപാട് വഴികൾ, നിങ്ങളുടെ തടസ്സങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങൾ മാറുവാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികൾ തുറക്കപ്പെടുന്ന ഒരു വഴിപാട് തന്നെയാണിത്. അപ്പോൾ അശ്വതി നക്ഷത്ര ജാതകർ ഇത് ചെയ്യണം.
തീർച്ചയായിട്ടും അതിൻ്റെ ഫലാനുഭവം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതീക്ഷകളും ഇനി നടന്നു കിട്ടുന്ന സമയമാണ്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. കാലങ്ങളായിട്ടുള്ള ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒഴിയുന്ന സമയം. അതുപോലെ തന്നെ സാമ്പത്തികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന ഒരു സമയം. അപ്പോൾ ഈ ഒരു സമയത്ത് മുരുക ഭഗവാന് ഈ ഒരു വഴിപാട് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നേരിട്ടറിയാം. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും വന്നു ചേരും. എത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടും. മനസ്സ് ശാന്തമാകുന്ന സമയം. അതുപോലെ തന്നെ കടമുണ്ടെങ്കിലൊക്കെ കടമൊക്കെ കുറയുന്ന സമയം. അങ്ങനെ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്ര ജാതകർക്കും ഗുണം ഏറെയാണ്. മംഗല്യസിദ്ധി, ദാമ്പത്യ ബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുന്നു. എല്ലാ രീതിയിലും ഒരുപാട് വിവേകം വർദ്ധിച്ച് സുഖഭോഗങ്ങൾ കൈവരുന്ന സമയമാണ്. നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ ശത്രുദോഷങ്ങളൊക്കെ മാറി നിങ്ങളുടെ ശ്രമങ്ങളൊക്കെ വിജയത്തിലേക്ക് എത്തുന്ന സമയമാണ്. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും, ഉറപ്പാണ്. നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ജോലിക്കായി ശ്രമിക്കുകയാണെങ്കിൽ, സർക്കാർ ജോലിയാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ജോലിയാകാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സാകാം, ആ തടസ്സങ്ങൾ ഒന്നൊന്നായി മാറും. അപ്പോൾ ഈ നക്ഷത്ര ജാതകർ, മകയിരം നക്ഷത്ര ജാതകർ ഈ ഒരു കാര്യം ചൊവ്വാഴ്ച ദിവസം മുരുകസന്നിധിയിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യുക. നല്ല വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ ഇടവരും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന, ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന, ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ വന്നു ചേരുന്ന ആ നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. മനസ്സിലൊരുപാട് ഭാരമാണ്, മനസ്സിലൊരുപാട് ദുഃഖങ്ങളാണ്. ആ ദുഃഖവും ദുരിതവും സങ്കടങ്ങളും ഒക്കെ മാറി തിരുവാതിരയ്ക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. ഉറക്കം, സമാധാനം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം. ധനപരമായിട്ടും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും. അപ്പോൾ മുരുകസന്നിധിയിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത നക്ഷത്രം പൂയമാണ്. വീട്ടിലെ കലഹങ്ങളൊക്കെ മാറുന്നു, വീട് ശാന്തമാകുന്നു, കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നു, എല്ലാ രീതിയിലും നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്നു. അപ്പോൾ പൂയം നക്ഷത്ര ജാതകരും ഞാൻ ഈ പറഞ്ഞ കാര്യം മുരുകക്ഷേത്രത്തിലോ നിങ്ങളുടെ വീട്ടിലോ ചെയ്യാൻ മറക്കണ്ട. അടുത്ത നക്ഷത്രം ആയില്യമാണ്. നിങ്ങളുടെ ഭയവും ആശങ്കയും ഒക്കെ മാറും. മുരുകൻ്റെ ഒരു കാവൽ നിങ്ങൾക്കുണ്ടാകും. തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മുരുകൻ്റെ അനുഗ്രഹമുണ്ട്. അപ്പോൾ നാളെ ചൊവ്വാഴ്ചയാണ്. നാളെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക, ആയില്യം നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൻ നക്ഷത്രമാണ്. നിങ്ങളെ തേടി വരുന്നത് അധികാരം, അംഗീകാരം, പണം ഒക്കെയാണ്. നിങ്ങളുടെ തലവര മാറും. നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ മകൻ നക്ഷത്ര ജാതകർക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു വഴിപാട് ചെയ്യുക. അടുത്ത നക്ഷത്രം പൂരാടമാണ്. നഷ്ടമായ കാര്യങ്ങൾ തിരിച്ചു കിട്ടുന്ന സമയമാണ്. നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുന്ന സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ്. ഉത്രാട നക്ഷത്ര ജാതകർക്ക് വീട്, ഭൂമി, വാഹനം ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയുന്ന സമയമാണ്. രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. രക്ഷപ്പെട്ടിരിക്കും. ഉചിതമായൊരു സമയമാണ്. ജീവിതത്തിലെ പ്രതിസന്ധികളൊക്കെ മാറുന്ന സമയമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ധനലാഭം അല്ലെങ്കിൽ തടസ്സങ്ങളൊക്കെ നീങ്ങി ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. രക്ഷപ്പെട്ടിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അടുത്ത നക്ഷത്രം ചതയമാണ്. ചതയ നക്ഷത്ര ജാതകരുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ വലിയൊരു ആശ്വാസം ലഭിക്കും. ജീവിതത്തിൽ വലിയൊരു ഊർജം ലഭിക്കുന്ന സമയമാണ്. രക്ഷപ്പെടും, ഉറപ്പാണ്. 13ാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പൂരുരുട്ടാതി നക്ഷത്രമാണ്. ദീർഘകാല സങ്കടങ്ങൾ അവസാനത്തിലേക്ക് എത്തുന്ന സമയമാണ്. നിങ്ങൾ ഉയർച്ചയിലെത്തും. നിങ്ങളെ ഇനി ആർക്കും തൊടാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാ രീതിയിലും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ വന്നു ചേരും. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് ഒരു ദീപം തെളിയിക്കുക. മുരുകൻ്റെ പേര് മനസ്സിൽ വിളിക്കുക. ഇങ്ങനെ പറയുക: ഓം ശരവണഭവ. ഇത് 11 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഈ നാരങ്ങ മുരുകന് സമർപ്പിക്കുക. നിങ്ങളുടെ ഒരു വലിയ സങ്കടം അതെന്ത് തന്നെയാണെങ്കിലും മുരുക ഭഗവാനോട് പറയുക. എത്ര വലിയ സങ്കടമാണെങ്കിലും അത് മനസ്സിൽ പറയുക. അതിനുശേഷം നിങ്ങളുടെ
എന്ത് സങ്കടമാണെങ്കിലും അത് വാക്കുകളില്ലാതെ മുരുകൻ കേൾക്കും. തീർച്ചയായും നിങ്ങൾക്ക് അതിൽ നിന്നൊരു ആശ്വാസം ലഭിക്കും. നിങ്ങളുടെ നക്ഷത്രം ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഓം ശരവണഭവ എന്നൊന്ന് എഴുതുക. ഈ വീഡിയോ മുരുകഭക്തരായ 3 പേർക്ക് ഷെയർ ചെയ്യുക. മുരുകൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായി പ്രവർത്തിക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു നേട്ടമുണ്ടാകും. വേലായുധ വഴി കാണിക്കണേ.